നമസ്കാരം. രഞ്ജിത്ത് ഇംഗ്ലീഷിലേക്ക് എവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഒരു കോംപ്ലക്സ് സെന്റൻസിനെ പെട്ടെന്ന് കണ്ടെത്താൻ പറ്റും, അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് വരാം. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു കോംപ്ലക്സ് സെന്റൻസിൽ പൊതുവെ രണ്ട് ഭാഗങ്ങളുണ്ടാകും. എന്തിനെ പോലെ തന്നെ നമ്മൾ കോമ്പൗണ്ട് സെന്റൻസിൽ പഠിച്ചതുപോലെ തന്നെ കോംപ്ലക്സ് സെന്റൻസിലും പൊതുവെ രണ്ട് ഭാഗങ്ങൾ ഉണ്ടാകും. ഇനി മനസ്സിലാക്കേണ്ട കാര്യം, ഇതിലെ ഏതെങ്കിലും ഒരു ഭാഗത്തിൻ്റെ തൊട്ടു മുമ്പായിട്ട് ആൾതോ, തോ, ഈവൻ ഇഫ്, ഈവൻ തോ, ആസ്, നൗ ദാറ്റ്, വെൻ, if, unless, while, what എന്നിങ്ങനെയൊക്കെയുള്ള വാക്കുകൾ വരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അതെന്തായിരിക്കും, ഒരു കോംപ്ലക്സ് സെന്റൻസ് ആയിരിക്കും. ഉദാഹരണത്തിന്, ഷീ സ്റ്റഡീഡ് വെൽ ഒരു ഭാഗം, അടുത്ത ഭാഗം ഷീ കുഡിൻറ്റ് സ്കോർ ഹൈ മാർക്സ് അടുത്ത ഭാഗം. അങ്ങനെ രണ്ട് ഭാഗങ്ങൾ നമ്മളിവിടെ പറഞ്ഞു. ഇനി കോമ്പൗണ്ട് സെന്റൻസിൽ പറഞ്ഞതുപോലെ തന്നെ ഈ പറയുന്ന രണ്ട് ഭാഗങ്ങളിലും എന്തൊക്കെ ഉണ്ടാകാം, ഒരു സബ്ജക്റ്റും വെർബും ഉണ്ടാകാം. ഇപ്പം നമ്മൾ ഈ പറയുന്ന ഈ രണ്ട് ഭാഗത്ത് നോക്കുകയാണെങ്കിൽ, ഷീ എന്ന് പറയുന്നത് സബ്ജക്റ്റ്, സ്റ്റഡീഡ് എന്ന് പറയുന്നത് വെർബ് ആദ്യത്തെ ഭാഗത്തിൻ്റെ. അതുപോലെ രണ്ടാമത്തെ ഭാഗത്തിലെ ഷീ എന്ന് പറയുന്നത് സബ്ജക്റ്റ്, കുഡിൻറ്റ് സ്കോർ എന്ന് പറയുന്നത് എന്താണ്, വെർബാണ്. അപ്പോൾ ഇങ്ങനെ ഈ രണ്ട് ഭാഗങ്ങളിലും സബ്ജക്റ്റും വെർബും ഉണ്ടാകും. ഒപ്പം നമ്മൾ ഈ പറഞ്ഞ വാക്കുകൾ ഈ ഭാഗങ്ങളുടെ ഏതെങ്കിലും ഒന്നിൻ്റെ മുന്നിൽ വരികയും ചെയ്യും. അപ്പം ഇവിടെ നമുക്ക് ഈ പറയുന്ന രീതിയിൽ പറഞ്ഞ ഈ ഭാഗങ്ങളിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്, ആദ്യത്തെ ഭാഗത്തിൻ്റെ തൊട്ടു മുമ്പ് തോയോ, ആൾ തോയോ, ഈവൻ ഇഫോ, ഈവൻ തോയോ ഒക്കെ നമുക്ക് കൊടുത്ത് ഇതിനെ ഒരു കോംപ്ലക്സ് സെന്റൻസ് ആക്കി മാറ്റാൻ പറ്റും. അപ്പോൾ എങ്ങനെ വരും, തോ ഷീ സ്റ്റഡീഡ് വെൽ, ഷീ കുഡിൻറ്റ് സ്കോർ ഹൈ മാർക്സ് എന്ന് വരും. അടുത്ത ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. യു വുഡ് ഗെറ്റ് ഹൈ മാർക്സ് അതൊരു ഭാഗം, അടുത്ത ഭാഗം യു സ്റ്റഡീഡ് വെൽ അതാണ് രണ്ടാമത്തെ ഭാഗം. അപ്പോൾ ആദ്യത്തെ ഭാഗം എങ്ങനെയാണ്, യു വുഡ് ഗെറ്റ് ഹൈ മാർക്സ്, രണ്ടാമത്തെ ഭാഗം യു സ്റ്റഡീഡ് വെൽ. അപ്പം ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇവിടെ അനുയോജ്യമായി വരുന്നത് ഇഫ് എന്ന് പറയുന്ന സംഭവമാണ്. അത് പക്ഷെ നമ്മൾ എവിടെയാണ് ചേർക്കേണ്ടത്, രണ്ടാമത്തെ ഭാഗത്തിൻ്റെ തൊട്ടു മുമ്പ്. അങ്ങനെ ആകുമ്പോൾ ഇതെന്തായി മാറും, ഒരു കോംപ്ലക്സ് സെന്റൻസ് ആയി മാറും. അപ്പോൾ അങ്ങനെ നോക്കാം, യു വുഡ് ഗെറ്റ് ഹൈ മാർക്സ് ഇഫ് യു സ്റ്റഡീഡ് വെൽ എന്ന് വരും. ഓക്കെ. അപ്പോൾ ഇതുപോലെ നമ്മളിപ്പം പലരും ചിന്തിക്കുന്നുണ്ടാവും, ഇത് നമ്മൾ എങ്ങനെയാണ് എവിടെ, അതായത് ഏത് ഭാഗത്തിൻ്റെ മുമ്പിലാണ് ഇത് ചേർക്കേണ്ടതെന്നൊക്കെ. PSC അങ്ങനെ ചോദിക്കത്തില്ല. PSC എന്തേ ചോദിക്കത്തുള്ളൂ, ഐഡൻറ്റിഫൈ ചെയ്യാനേ ചോദിക്കത്തുള്ളൂ. ഒരു കോംപ്ലക്സ് സെന്റൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യാനേ ചോദിക്കത്തുള്ളൂ. അപ്പോൾ നമ്മളെന്ത് മാത്രം കരുതിയിരുന്നാൽ മതി, ഞാൻ ഈ പറഞ്ഞ വാക്കുകൾ ഏതാ, ദോ, ആസ്, ആൾതോ, ഈവൻ ദോ എന്നൊക്കെ പറഞ്ഞതുപോലെയുള്ള ആ വാക്കുകൾ ഈ പറയുന്ന ഏതെങ്കിലും ഭാഗത്തിൻ്റെ തൊട്ടു മുമ്പ് വരികയാണെങ്കിൽ അങ്ങനെ കാണപ്പെടുന്നൊരു സെന്റൻസ് എന്തായിരിക്കും, കോംപ്ലക്സ് സെന്റൻസ് ആയിരിക്കും. അത് മാത്രം നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായി എൻ്റെ ക്ലാസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഷോർട്ട് ട്രിക്സ് കിട്ടുവാൻ വേണ്ടി എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണൂടെ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ആക്കി വെക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.